അവിവാഹിതയുടെ പ്രസവം ഡോക്ടറുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട മെഴുവേലിയിൽ 21-കാരിയായ അവിവാഹിതയായ യുവതി പ്രസവിച്ച കുഞ്ഞിനെ കൊന്ന് വാഴയിലയിൽ പൊതിഞ്ഞ് അയൽവക്കത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിൽ തള്ളിയ സംഭവത്തിൽ യുവതിയെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്ന ചെങ്ങന്നൂർ ഉഷ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മിക്ക് പറയുവാനുള്ള കാര്യം കേൾക്കുക. നമസ്കാരം, ഞാൻ ഡോക്ടർ ലക്ഷ്മി, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഉഷ ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ. ഇന്ന് 21 വയസ്സുകാരി ഹോസ്പിറ്റലിൽ വരുന്നത് 12:30-ക്കാണ്. അതിന് ഏകദേശം 3/4 മണിക്കൂർ മുന്നേ ഇവിടെ CMO ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ അമലിന്റെ കോള് വന്നിരുന്നു. ഈ കുട്ടി ആദ്യമായിട്ട് ചെയ്യുന്നത് ദയ ഹെൽത്ത് ക്ലിനിക് എന്ന് പറഞ്ഞ് കിടങ്ങന്നൂരുള്ള പത്തനംതിട്ടയിലുള്ള ഒരു ക്ലിനിക്കിലാണ് ചെല്ലുന്നത്. ഇന്നലെ മുതൽ തുടങ്ങിയ ബ്ലീഡിംഗ് ആണ്, തലകറക്കമുണ്ട്, ക്ഷീണമുണ്ട്, ബ്ലീഡിംഗ് നിൽക്കുന്നില്ല എന്നുള്ള കംപ്ലൈന്റുമായിട്ടും ക്ലോട്ട്സ് കട്ടകട്ടയായിട്ട് ക്ലോട്ട്സ് പോകുന്നു എന്നുള്ള കംപ്ലൈന്റുമായിട്ടാണ് ഈ കുട്ടി ആ ക്ലിനിക്കിൽ ചെല്ലുന്നത്. അപ്പോൾ എന്നെ പരിചയമുള്ളത് കൊണ്ട് ഡോക്ടർ അമൽ വിളിച്ചു ചോദിച്ചു ബ്ലീഡിംഗ് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് മെഡിസിൻസ് ആണ് കൊടുക്കേണ്ടത്. മെഡിസിൻ എല്ലാം ഓവർ ഫോൺ പറഞ്ഞു കൊടുത്തു. പക്ഷേ ബ്ലീഡിംഗ് കൺട്രോളിലാകുന്നില്ല എന്ന് കണ്ടിട്ട് ഡോക്ടർ അമൽ പേഷ്യന്റിനെ ഒരു ആംബുലൻസിൽ കയറ്റി ബേസിക് എമർജൻസി മെഡിക്കേഷൻസ് കൊടുത്തിട്ട് ഇങ്ങനെ റെഫർ ചെയ്യായിരുന്നു. കൊണ്ടുവരുമ്പോൾ ഹീമോഗ്ലോബിൻ 7 ആയിരുന്നു. കൗണ്ട് നോക്കുമ്പോൾ 33,000 ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം പേഷ്യന്റ് സെപ്സിസിലാണ്. ആൻഡ് വളരെ വെളുത്ത പെയിലായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഈ കുട്ടി പറയുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയ ബ്ലീഡിംഗ് ആണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നാണ്. പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചപ്പോഴാണ് മറുപിള്ളയും അതുപോലെ തന്നെ പുക്കിൾക്കൊടിയും വജൈന വഴി വെളിയിൽ വരുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ മനസ്സിലായി ഇത് ഡെലിവറിയെ തുടർന്നുണ്ടായ ബ്ലീഡിംഗ് ആണെന്ന്. നിരന്തരമായി ചോദിച്ചിട്ടും കുട്ടി എവിടെയാണെന്നോ കുട്ടി എന്ത് ചെയ്തെന്നോ പറയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളും പാനിക്കായി, എന്ത് ചെയ്തു കുട്ടിയെ. കാര്യം ഇതുപോലൊരു സിമിലർ ഇൻസിഡന്റ് 2 വർഷം മുന്നേ ഉണ്ടായിട്ടുണ്ട്. സോ കുട്ടി ജീവനോടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഷി വാസ് നോട്ട് ഈവൻ വില്ലിംഗ് ടു അക്സെപ്റ്റ് പ്രഗ്നന്റ് ആയിരുന്നു എന്ന് പോലും സമ്മതിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അവസാനം സ്റ്റാഫ്സിന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ പ്രീത സിസ്റ്ററിനോടാണ് കുട്ടി വളരെ രഹസ്യമായി പറയുന്നത് കുഞ്ഞിനെ തൊട്ടടുത്തുള്ള പറമ്പില് മതിലിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്, പൊതിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. സോ ഈ ഇൻഫർമേഷൻ കിട്ടിയതും ഉടൻ തന്നെ ഇങ്ങനൊരു കേസ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലാണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലെ RCH ഓഫീസറിനെ ഇൻഫോം ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങളുടെ വിപിൻ സർക്കിൾ ഇൻസ്പെക്ടറിനെ ഇൻഫോം ചെയ്തു. സാർ പറഞ്ഞു ഇത് ഇലവന്തിട്ട സ്റ്റേഷനിൽ വരുന്നതാണ്, അവിടുത്തെ നമ്പർ ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞ് സാർ നമ്പർ അയച്ചു തന്നു. വിനോദ് സാറിനെ SHO ആണ്, അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തു. അതുപോലെ പത്തനംതിട്ട ജില്ലയിലെ DMO മാഡത്തിനെയും അതുപോലെ RCH ഓഫീസറിനെയും എല്ലാം അപ്പം തന്നെ ഇൻഫോം ചെയ്തു. കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം അപ്പം തന്നെ പാസ് ചെയ്ത് കൊടുത്തു. കുഞ്ഞ് ജീവനോടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അതിനെ രക്ഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ SHO അവിടെ ചെന്ന് നോക്കുമ്പോൾ വിനോദ് സാറിന്റെ ടീം കാണുന്നത് കുഞ്ഞ് ജീവനില്ലാതെ ചലനശേഷി ഇല്ലാതെ കിടക്കുന്നതാണ്. ഈ കുട്ടിയെ പരിശോധിക്കുമ്പോഴും വെളിയിൽ വന്ന മറുപിള്ളയ്ക്ക് 2 ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. അതുപോലെ ഒരു മാസം തികഞ്ഞ ഒരു മറുപിള്ളയാണ്, പുക്കിൾക്കൊടിയുമാണ് വന്നത്. നല്ല ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. 2 ദിവസത്തിൽ കൂടുതൽ ഈ ഡെലിവറി നടന്നിട്ട് കാലയളവ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പുക്കിൾക്കൊടി സിസേഴ്സോ അതോ ബ്ലേഡോ എന്തോ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. സോ സെപ്സിസ് ആയിട്ടാണ് പേഷ്യന്റ് ഇവിടെ കൊണ്ടുവരുന്നത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തു, ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഷ്യന്റിന്റെ സ്ഥിതി സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല, മെച്ചപ്പെട്ടു വരുന്നു, അത്രേ പറയാൻ പറ്റുള്ളൂ. ICUലാണ്. റിലേറ്റീവ്സ് വന്നിട്ടുണ്ട്, കുട്ടിയുടെ അച്ഛനുണ്ട്, ഇവിടെ അമ്മയുണ്ട്, മൂത്ത സഹോദരിയുണ്ട്. അവരാരും തന്നെ ഈ പ്രഗ്നൻസിയെ പറ്റി അറിഞ്ഞിരുന്നില്ല എന്നാണ് ഈ നിമിഷം വരെയും പറയുന്നത്. ഈവൻ കുട്ടിയും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഗർഭിണി ആയിരുന്നു അല്ലെ കുഞ്ഞിനെ ചെയ്തിട്ടാണ് വരുന്നതെന്നൊന്നും ഈ കുട്ടി പറയുന്നില്ല. ഇവരെല്ലാം ഒരു ഫാമിലിയാണ്, ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. പക്ഷെ ഗർഭിണിയാണെന്നുള്ള വിവരം ആ വസ്തുത ആർക്കും അറിയത്തില്ല എന്നാണ് അവർ പറയുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയത്തുള്ളൂ. ചെങ്ങന്നൂർ സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഓഫീസേഴ്സ് വന്നിരുന്നു. അതിൽ ശ്രീദേവി എന്ന് പറഞ്ഞ മാഡം ഇവിടെ ഉണ്ട്. മൊഴിയെടുത്തു. മാഡത്തിനോട് കുട്ടി ആരുമായിട്ടാണോ റിലേഷൻ ഉണ്ടായിരുന്നത് ആ ബോയ് ഫ്രണ്ടിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങളോട് ഈ കുട്ടി പ്രഗ്നൻസി പോലും അംഗീകരിച്ചിട്ടില്ല, സമ്മതിച്ചിട്ടില്ല, വീട്ടുകാരും സമ്മതിച്ചിട്ടില്ല. പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഇല്ല, അതെങ്ങനെയാണ് അത് സാധ്യമാവുക എന്നുള്ള രീതിയിൽ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് അവർ റെസ്പോണ്ട് ചെയ്തത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.